ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് സിന്ധു കൃഷ്ണ അവരുടെ കുടുംബത്തെയും കുറിച്ച് തന്നെയാണ്. 2-3 ദിവസമായിട്ട് സിന്ധു കൃഷ്ണയ്ക്കെതിരെ ഭയങ്കരമായിട്ട് നെഗറ്റീവാണ് സോഷ്യൽ മീഡിയയിൽ വന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ മെയിനായിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഒരു സിന്ധു കൃഷ്ണയുടെ അനിയത്തിയുടെ മോളുണ്ടെങ്കിൽ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൽ നിന്ന് മനസ്സിലായിട്ടുണ്ടായിരുന്നു ഇതേ കണക്ക് ഈ ഒരു സിന്ധു കൃഷ്ണയുടെ അമ്മയൊന്നും സിന്ധു കൃഷ്ണ നോക്കുന്നില്ല എന്നുള്ള രീതിയിലൊക്കെ കുറേയധികം മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. അതിന് ശേഷമാണ് ഇവർക്കെതിരെ കുറേയധികം നെഗറ്റീവായിട്ട് വീഡിയോസ് ആൾക്കാർ ചെയ്യാൻ തുടങ്ങിയാണ്. ഇവരെ യൂട്യൂബ് ചാനലിൽ പോയിട്ട് നെഗറ്റീവായിട്ട് കമൻസും കാര്യങ്ങളൊക്കെ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഇതിനൊക്കെ മറുപടിയായിട്ട് മൂത്ത മോളായിട്ടുള്ള അഹാന കൃഷ്ണ ഉണ്ടെങ്കിൽ, സിന്ധു കൃഷ്ണയുടെ മൂത്ത മോള് അഹാന കൃഷ്ണ ഉണ്ടെങ്കിൽ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അതിനകത്ത് ഈ ഒരു അമ്മുമ്മയുടെ സ്വഭാവത്തെ പറ്റിയൊക്കെ പറഞ്ഞ് കുറേയധികം കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ അതിലെന്തൊക്കെയാണ് ഈ ഒരു വീഡിയോസിൽ എന്തൊക്കെയാണ് പറഞ്ഞതെന്നുള്ളൊരു കാര്യം, പിന്നെ ഇതിനെപ്പറ്റി അറിയാത്തവർക്ക് ആദ്യം തൊട്ട് എന്തൊക്കെയാണ് സംഭവിച്ചത്, എന്താണ് ഇങ്ങനെ ഒരു വീഡിയോ ഒക്കെ ആയിട്ട് അഹാന ഉൾപ്പെടെ വരാനുണ്ടായ കാരണം എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത്. അതിനു മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്തേക്കോ, അതുപോലെ തന്നെ ഹൈപ്പും ചെയ്തേക്കോ, എന്നാൽ മാത്രമേ കൂടുതൽ പേരിലേക്ക് എത്തത്തുള്ളൂ. സോ ഇനി വീഡിയോയിലേക്ക് കടക്കാം. ഇതൊക്കെ സംഭവങ്ങൾ തുടങ്ങുന്നതെന്ന് പറഞ്ഞാൽ തൻവി സുധീർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു പെൺകുട്ടിയുണ്ട്. ഈ ഒരു പെൺകുട്ടി എന്ന് പറഞ്ഞത് ഈ സിന്ധു കൃഷ്ണയുടെ സഹോദരിയുടെ മോളാണ്. ഇവരുണ്ടെങ്കിൽ കാനഡയിലാണ് ജീവിച്ചുകൊണ്ടിരുന്നത്. ഭർത്താവുമായിട്ടൊക്കെയാണ്. അവിടെ 2 കുട്ടികളൊക്കെ ഉണ്ട്. അവരുണ്ടെങ്കിൽ പെട്ടെന്ന് കാനഡയിൽ നിന്ന് നാട്ടിലോട്ട് വരുന്ന ഒരു കാര്യം വീഡിയോസിൽ പറയുന്നുണ്ടായിരുന്നു. അതിനെക്കുറിച്ച് പറയുന്ന സമയത്ത് ഇതേ കണക്ക് നാട്ടിലേക്ക് വരാൻ പ്ലാനുണ്ട്, അതിൻ്റെ കാരണം ഞാൻ അടുത്ത വീഡിയോയിൽ പറയാമെന്ന് പറഞ്ഞിട്ട് അവിടുന്ന് ഇങ്ങോട്ട് വരുന്നതിൻ്റെ ഒരു വീഡിയോയും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിനുശേഷം എന്തിനാണ് നാട്ടിലോട്ട് വന്നത് എന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ പാർട്ട് 1 ആയിട്ട് ഒരെണ്ണം, പാർട്ട് 2 പിന്നെ ഇടാം എന്നുള്ള രീതിയിലാണ് ആ ഒരു തൻവി പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ആ പാർട്ട് 1 ഇതേ കണക്ക് തൻവി പറഞ്ഞ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ മെയിനായിട്ട് ഞാനിപ്പം നാട്ടിലോട്ട് വരാനുള്ള കാരണം അമ്മുമ്മയാണെങ്കിൽ ഇപ്പം വീട്ടിൽ ഒറ്റയ്ക്കാണുള്ളത്. അപ്പൂപ്പൻ മരണശേഷം ഉണ്ടെങ്കിൽ ഒറ്റയ്ക്കാണ്. ഭയങ്കരമായിട്ട് എന്നും രാവിലെയും വൈകുന്നേരമൊക്കെ വിളിച്ചിട്ട് തന്നെ വിളിച്ച് കരയൊക്കെ ചെയ്യും. എനിക്ക് ആരുമില്ല, മോള് വരണം എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞിട്ട് എപ്പം വിളിച്ച് കരയും എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കാണുമ്പോൾ ഭയങ്കരമായിട്ട് വിഷമമൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ തനിക്ക് ഭയങ്കര കുറ്റബോധമുണ്ട് എന്നുള്ള രീതിയിലൊക്കെ ഈ ഒരു തൻവി പറയുന്നുണ്ടായിരുന്നു. കാരണം ഈ ഒരു അപ്പൂപ്പനും അമ്മുമ്മയാണ് തന്നെ നോക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പൂപ്പനും ഇതേ കണക്ക് മരണത്തിന് മുമ്പേ അപ്പൂപ്പനും ഇങ്ങനെ വിളിക്കുമ്പോൾ പറയുമായിരുന്നു, നീ എന്നാ നാട്ടിലേക്ക് വരുന്നില്ലേ എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് ഞാൻ പറയുമായിരുന്നു, ഇതേ കണക്ക് ഇവിടെയൊക്കെ സെറ്റിലായതല്ലേ ഉള്ളൂ, ഇനി കുറച്ച് പൈസ ഉണ്ടാക്കി ഇവിടെ ഒരു വീടൊക്കെ വാങ്ങണം, എന്നിട്ട് വേണം നിങ്ങളെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ, അതൊക്കെയല്ലേ പ്ലാൻ. അത് കുറച്ച് സമയം എടുക്കും, ഞാൻ അത് കഴിഞ്ഞിട്ട് ഉറപ്പായിട്ടും ഉടനെ വരാം, പക്ഷേ കുറച്ച് സമയം എടുക്കും എന്നുള്ള രീതിയിൽ അന്നൊക്കെ തൻവി ഈ ഒരു അപ്പൂപ്പൻ്റെ അടുത്തൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് കഴിഞ്ഞ് കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞതിന് ശേഷമാണ് അപ്പൂപ്പൻ മരണപ്പെട്ടിട്ടുണ്ടായിരുന്നത്. ആ ഒരു വാർത്ത കേട്ടതോടെ ഭയങ്കരമായിട്ട് തളർന്നു പോയി എന്നുള്ളൊരു കാര്യമാണ് ഈ ഒരു തൻവി പറഞ്ഞിട്ടുണ്ടായിരുന്നത്. കാരണം എന്നെ ചെറുപ്പം തൊട്ടേ നോക്കിയത് അവരാണ് എന്നുള്ളൊരു കാര്യമൊക്കെ ഈ ഒരു തൻവി പറയുന്നുണ്ടായിരുന്നു. എന്നിട്ട് അവസാനം എൻ്റെ അടുത്ത് ഇങ്ങോട്ട് വരാൻ പറഞ്ഞിട്ട് പോലും ഞാൻ ആ സമയത്തത് പിന്നെ ഒരു തമാശയായിട്ട് പറഞ്ഞങ്ങനെ ഇല്ല, ഞാനിപ്പം വരുന്നില്ല എന്നുള്ള രീതിയിലൊക്കെ തമാശ പറഞ്ഞങ്ങ് വിട്ടു. പക്ഷെ അത് ഇത്രയും ഞാൻ ഇനി എൻ്റെ അപ്പൂപ്പനെ കാണാൻ പറ്റാത്ത അവസ്ഥയാവുമെന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് കുറ്റബോധം തോന്നുന്നു എന്നുള്ള കാര്യം ആ ഒരു വീഡിയോയിൽ തൻവി പറയുന്നുണ്ടായിരുന്നു. അതിന് ശേഷമാണ് അമ്മൂമ്മ ഇതേ കണക്ക് വിളിച്ചിട്ട് കരയും, എന്നെ നോക്കാനൊന്നും ആരുമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര വിഷമത്തിലാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് കരയുമ്പോഴത്തേനും തനിക്കൊരു കുറ്റബോധം തോന്നി. ഇവിടെ പണമുണ്ടാക്കി എന്നൊക്കെ പറഞ്ഞിട്ട് കാര്യം എന്തോ, നമ്മളെ വേണ്ടപ്പെട്ടവർക്കൊരാവശ്യം വരുമ്പോൾ അവരെ കൂടെ ഇല്ലെങ്കിൽ അതത്ര ശരിയാവത്തില്ല. അതുകൊണ്ട് തന്നെ ഞാൻ നാട്ടിലേക്ക് പോവുകയാണ്, ഹസ്ബൻഡ് എല്ലാം അതിന് സപ്പോർട്ടാണ്, ഞങ്ങളുണ്ടെങ്കിൽ നാട്ടിലേക്ക് പോവുകയാണ്, ഇനി അവിടെ ചെന്നിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ നോക്കാം എന്നുള്ള രീതിയിലാണ് തൻവി ആ ഒരു ആദ്യമേ ഇട്ട വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതിലുണ്ടെങ്കിൽ അമ്മുമ്മയായിട്ടുള്ള വീഡിയോ കോളും അമ്മുമ്മ ഇതേ കണക്ക് ഭയങ്കര വിഷമമാണ്, നിങ്ങൾ വന്ന് നമുക്കെല്ലാവർക്കും ഒരുമിച്ച് ഇവിടെ കഴിയാമല്ലോ എന്നുള്ള രീതിയിലൊക്കെ അമ്മുമ്മയുടെ വിഷമങ്ങളും കുറേയധികം കാര്യങ്ങൾ ആ ഒരു വീഡിയോ കോളിൽ പറയുന്നുണ്ടായിരുന്നു. അതും ഈ ഒരു വീഡിയോയിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് പുറത്ത് വന്നതിന് ശേഷമാണ് ഈ ഒരു സിന്ധു കൃഷ്ണയ്ക്കെതിരെ ഭയങ്കരമായിട്ട് നെഗറ്റീവ് കമൻസും ആൾക്കാർ വീഡിയോസ് ഇവർക്കെതിരെ ചെയ്യാൻ തുടങ്ങിയത്. കാരണം സ്വന്തം അമ്മയെ പോലും നോക്കുന്നില്ല, ഇവരെ വീടിൻ്റെ അടുത്ത് തന്നെയാണ് ഈ ഒരു അമ്മ താമസിക്കുന്നത്, എന്നിട്ട് പോലും അവരെ കാര്യങ്ങളൊന്നും നോക്കുന്നില്ല. ഒരു പക്ഷേ ഈ ഒരു സിന്ധു കൃഷ്ണ നോക്കിയിരുന്നെങ്കിൽ ഇങ്ങനെ വിഷമം പറയുക, ഇങ്ങനെ കരയൊന്നും ചെയ്യത്തില്ലായിരുന്നു. ഇവരൊക്കെ ഒരു നല്ലൊരു മോളാണോ എന്നൊക്കെ ചോദിച്ചിട്ട് കുറേയധികം പേര് ഇവർക്കെതിരെ നെഗറ്റീവായിട്ട് കമൻസും അതുപോലെ തന്നെ വീഡിയോസൊക്കെ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അതിന് ഈ ഒരു സിന്ധു കൃഷ്ണ വീഡിയോ ഒന്നും തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അവർ വീഡിയോ പ്രതീക്ഷിച്ചായിരുന്നു എല്ലാവരും വെയിറ്റ് ചെയ്തിരുന്നുകൊണ്ടിരുന്നത്. അങ്ങനെ ഇരുന്ന സമയത്താണ് രണ്ടാമതുണ്ടെങ്കിൽ ഒരു വീഡിയോ ആയിട്ട് ഈ ഒരു തൻവി തന്നെ പാർട്ട് 2 എന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിനകത്ത് പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ,
ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങൾ കുറേയധികം പേര് തെറ്റായിട്ട് എടുത്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മൂമ്മ അങ്ങനെ പറഞ്ഞു എന്ന് വെച്ചിട്ട് സിന്ധു അമ്മയൊന്നും അങ്ങനെ നോക്കാതിരുന്നില്ല എന്നല്ല. സിന്ധു അമ്മ അങ്ങനെ നോക്കിയിട്ടുണ്ട്. പക്ഷേ ഞാനുമായിട്ടാണ് അമ്മൂമ്മയും അപ്പൂപ്പനൊക്കെ ഭയങ്കര ബോണ്ടായിട്ടുണ്ട്. ഞാൻ അവിടെ തന്നെ നിന്ന് വളർന്ന ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് ഞങ്ങൾ ഭയങ്കര ഒരു നല്ല ബോണ്ടായിരുന്നു. അതുകൊണ്ടാണ് അമ്മൂമ്മ അതേ കണക്ക് പറഞ്ഞത്. സിന്ധു അമ്മയാണ് അവിടുത്തെ ഹോം നേഴ്സ് വന്നപ്പോൾ പൈസ കൊടുക്കുന്നത്, അവിടുത്തെ കാര്യങ്ങളെല്ലാം നോക്കുന്നതൊക്കെ ഈ ഒരു സിന്ധു അമ്മ തന്നെയാണ്. ഒരിക്കലും സിന്ധു അമ്മ ചെയ്യാതിരുന്നിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് കുറേയധികം പേര് കമൻസൊക്കെ ഇടുന്നുണ്ട്. അങ്ങനെയൊന്നും അല്ല എന്നുള്ള രീതിയിൽ ഈ ഒരു തൻവി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നാട്ടിലേക്ക് വന്ന ആദ്യ കാരണം അമ്മൂമ്മയ്ക്ക് വേണ്ടിയാണെങ്കിൽ പോലും വേറൊരു കാരണവും കൂടിയുണ്ട്. അത് തൻ്റെ കുട്ടിക്ക് വേണ്ടിയാണ് എന്നുള്ള രീതിയിൽ കൂടിയായിരുന്നു തൻവി പറഞ്ഞിട്ടുണ്ടായിരുന്നത്. തൻ്റെ കുട്ടിക്ക്, മൂത്ത കുട്ടിക്ക് ഒരു മെഡിക്കൽ കണ്ടീഷനൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് താൻ നാട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നത്. കാനഡയിലാണെങ്കിൽ നമുക്ക് മെഡിക്കൽ കാര്യങ്ങളെല്ലാം ഫ്രീ ആണ്, എല്ലാം സത്യം തന്നെയാണ്. പക്ഷേ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ നമ്മൾ അപ്പോയിൻമെൻ്റ് എടുത്താൽ പോലും 6 മാസം 1 വർഷമൊക്കെ വെയിറ്റ് ചെയ്യേണ്ടി വരും. എൻ്റെ ഒരു പല്ലിൻ്റെ ആവശ്യമായിട്ട് ഞാനുണ്ടെങ്കിൽ അവിടെ ഉണ്ടായിരുന്ന സമയത്ത് ഒരു അപ്പോയിൻമെൻ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് കിട്ടിയത് തന്നെ 6 മാസം കഴിഞ്ഞിട്ടായിരുന്നു. അത്രയും ഗ്യാപ്പുണ്ട്. പക്ഷേ എൻ്റെ മോനുണ്ടെങ്കിൽ കുറച്ച് പ്രശ്നമുള്ളത് കൊണ്ട് തന്നെ, ഇത് കണക്ക് മെഡിക്കലി കുറച്ച് പ്രശ്നങ്ങളുള്ളത് കൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയാൽ മാത്രമേ ഇതൊക്കെ ഓരോന്ന് അടുത്തടുത്ത് ചെയ്യാൻ പറ്റൂ. മോൻ്റെ ഇത് കണക്ക് ഒരു സ്കാനിങ്ങും കാര്യങ്ങളൊക്കെ നടത്തി അതിൻ്റെ റിസൾട്ടും അതുപോലെ തന്നെ അടുത്ത അപ്പോയിൻമെൻറ്റൊക്കെ നമ്മൾ ചോദിച്ച സമയത്ത് അത് 2 വർഷത്തോളം ആയിട്ട് പോലും ആ ഒരു അപ്പോയിൻമെൻറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അതുപോലെ കുറേയധികം കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ഒരു ഇപ്പം ജനിച്ച കുട്ടിക്കുണ്ടെങ്കിൽ ഇത് കണക്ക് 2-3 മാസം കഴിഞ്ഞപ്പം കുറച്ച് ഭയങ്കര പനിയായി. അവിടെ ചെന്ന് കാണാൻ അപ്പോയിൻമെൻറ്റ് എടുത്ത് ചെന്നപ്പോൾ കുറേ മണിക്കൂറോളം അവിടെ ഇരിക്കേണ്ടി വന്നു. എന്നിട്ട് നോക്കിയിട്ട് അപ്പം തന്നെ അങ്ങ് വിട്ടു. വലിയ കെയറിങ് ഒന്നും ചെയ്തിട്ടില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഒരു മോൻ്റെ ഒരു മെഡിക്കൽ കാര്യം കൂടിയുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ നാട്ടിലേക്ക് അർജൻറ്റായിട്ട് വന്നത്. അതും രണ്ടാമത്തെ ഒരു കാര്യമാണ്. അതിന് വേണ്ടിയിട്ടാണ് ഇവിടെ വന്നേക്കുന്നത്. ഇപ്പോൾ മോനെ ഉണ്ടെങ്കിൽ ഇവിടെ സ്കൂളിൽ ചേർത്തിട്ടുണ്ട്. അതുപോലെ തന്നെ അവൻ്റെ അപ്പോയിൻമെൻറ്റും ഒക്കെ എടുത്തിട്ടുണ്ട്. അടുത്ത മാസം തൊട്ട് അവന് വേണ്ടതായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നതായിരിക്കും എന്നുള്ളൊരു കാര്യം കൂടി ആ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ഒരു വീഡിയോ വന്നതിന് ശേഷം അഹാന കൃഷ്ണ ഉണ്ടെങ്കിൽ ഒരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഈ ഒരു വീഡിയോയിൽ കുറേയധികം കാര്യങ്ങൾ ഈ ഒരു അഹാന കൃഷ്ണ പറയുന്നുണ്ടായിരുന്നു. മെയിനായിട്ട് ഫസ്റ്റ് അമ്മയ്ക്കെതിരെ കുറേയധികം നെഗറ്റീവായിട്ട് കമൻസും കുറേയധികം വീഡിയോസൊക്കെ ചെയ്യുന്ന ആൾക്കാർ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അമ്മയുണ്ടെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലുമൊക്കെ പ്രശ്നം പറഞ്ഞ ആൾക്കാർ ഇത് കണക്ക് വീഡിയോസൊക്കെ അമ്മയ്ക്കെതിരെ ചെയ്യാറുണ്ട്. പക്ഷെ അമ്മയുണ്ടെങ്കിൽ വളരെ നല്ല ഒരു വ്യക്തിയാണ്. നിങ്ങൾ വിചാരിക്കുന്ന കണക്കല്ല. കുറേയധികം പേര് വിചാരിക്കുന്നുണ്ട് എൻ്റെ അമ്മ ഭയങ്കര എന്തോ ദുഷ്ടത്തിയാണ് എന്നൊക്കെ ഉള്ള രീതിയിൽ, ഫേക്കാണ് എന്നൊക്കെ ഉള്ള രീതിയിലൊക്കെ വിചാരിക്കുന്നുണ്ട്. പക്ഷെ അങ്ങനെയൊന്നുമല്ല. കുറേയധികം പേര് കാര്യം അറിയാതെയാണ് എൻ്റെ അമ്മയെ കുറ്റം പറയുന്നത്. കുറേയധികം പേര് ഇതേ കണക്ക് അമ്മൂമ്മയെ നോക്കുന്നില്ല, നിങ്ങളെന്തൊരു കുടുംബമാണ് എന്നൊക്കെ ഉള്ള രീതിയിലൊക്കെ പറയുന്നുണ്ട്. നിങ്ങൾ ഫുള്ളായിട്ട് ഞാൻ പറയുന്നത് കേട്ടാൽ മാത്രമേ എന്താണ് സംഭവം എന്ന് മനസ്സിലാവത്തുള്ളൂ. എൻ്റെ അമ്മൂമ്മയുടെ ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിചാരിക്കുന്ന കണക്കല്ല. ഭയങ്കരമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ ഭയങ്കര പാടാണ്. ഭയങ്കരമായിട്ട് വാശി പിടിക്കുന്നൊരു വ്യക്തിയാണ്. നിങ്ങൾ വിചാരിക്കുന്ന പോലെ അത്ര ഈസി ആയിട്ടുള്ള ഒരു വ്യക്തിയൊന്നുമല്ല. എൻ്റെ അപ്പൂപ്പനാണെങ്കിൽ നല്ലൊരു, നമുക്ക് മാനേജ് ചെയ്തു പോകാൻ പറ്റുന്ന, നല്ല രീതിയിൽ എല്ലാ കാര്യത്തിൽ ഇടപെടുന്ന, നല്ല രീതിയിൽ പെരുമാറുന്ന ഒരു വ്യക്തിയാണ്. പക്ഷേ അമ്മൂമ്മ അങ്ങനെ ഒരു വ്യക്തിയല്ല. അപ്പൂപ്പന് വെയ്യാതിരുന്ന സമയത്ത് ഞങ്ങളുണ്ടെങ്കിൽ കുറേയധികം ഹോം നേഴ്സിനെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഈ ഒരു ഹോം നേഴ്സുകളായിട്ടല്ല ഈ ഒരു അമ്മൂമ്മയ്ക്ക് പ്രശ്നം ഉണ്ടായിട്ടുണ്ടായിരുന്നു. കുറേയധികം പേരുമായിട്ട്. അത് ഞങ്ങൾ എത്രയോ ഹോം നേഴ്സുകളെ കൊണ്ടുവന്നിട്ടുണ്ട്. ഏകദേശം 1-2 മാസം കൊണ്ട് 15-20 പേര് തന്നെ അവിടെ വന്ന് മാറി പോയിട്ടുണ്ടായിരുന്നു. അവർക്ക് താല്പര്യമില്ല, ഇനി ഇവിടെ നിൽക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞ് പോയിട്ടുണ്ടായിരുന്നു. അതിന് മെയിനായിട്ടുള്ളൊരു കാര്യം ഈ ഒരു അമ്മൂമ്മയാണ്. അമ്മൂമ്മ അവരുടെ അടുത്ത് പെരുമാറുന്ന രീതി കാരണമാണ് ഇതെല്ലാം പ്രശ്നമുണ്ടായിരുന്നു. അപ്പൂപ്പന് വെയ്യാതിരുന്ന സമയത്താണ് ഇതേ കണക്കെല്ലാം ഉണ്ടായിട്ടുണ്ടായിരുന്നത്. എല്ലാവരും ഞങ്ങൾക്ക് മെസ്സേജ് അയക്കുമായിരുന്നു, ഇതേ കണക്ക് ഞങ്ങൾക്ക് ഇവിടെ നിൽക്കാൻ പറ്റത്തില്ല, ഞങ്ങൾ ഇവിടുന്ന് പോവുകയാണ്, അമ്മയുടെ സ്വഭാവം അത്ര നല്ലതല്ല എന്നുള്ള രീതിയിൽ ആ ഹോം നേഴ്സുകളെല്ലാം പറയുമായിരുന്നു. അതിൻ്റെ എല്ലാം വോയിസ് മെസ്സേജും ടെസ്റ്റും എല്ലാം ഞങ്ങളുടെ കയ്യിലുണ്ട്. ആ ഹോം നേഴ്സുകളൊക്കെ പോകാനുണ്ടായ കാരണം എന്ന് പറയുന്നത് ഈ ഒരു അമ്മൂമ്മയാണ്. അപ്പൂപ്പനായിട്ട് ഒരു കുഴപ്പമില്ല, എല്ലാവരും നല്ല രീതിയിലാണ് പെരുമാറുന്നത്, ഒരു കുഴപ്പമൊന്നുമില്ല. പക്ഷേ അമ്മൂമ്മയായിട്ട് ഭയങ്കര പ്രശ്നമാണ്. അമ്മൂമ്മയ്ക്ക് ചില കാര്യങ്ങൾ അങ്ങനെ തന്നെ ചെയ്തേ പറ്റൂ എന്നുള്ള വാശിയും പിന്നെ വൃത്തിയുടെ കാര്യം, ഇവരുമായിട്ട് ഭയങ്കര പ്രശ്നങ്ങളും, ഇവരെ കുറേയധികം കാര്യങ്ങൾ ചീത്ത പറയുക, ഇങ്ങനത്തുള്ള കാര്യങ്ങളൊക്കെ ആവുക, പിന്നെ വീട്ടിൽ നിന്ന് ഇറക്കി വിടും, ഇങ്ങനത്തുള്ള കുറേയധികം പ്രശ്നങ്ങൾ വന്ന സമയത്ത് ഒരു ദിവസം ഉണ്ടെങ്കിൽ ഞങ്ങൾ തമ്മിൽ പിരിയാനുണ്ടായ കാരണം കൂടി ഈ ഒരു അഹാന പറയുന്നുണ്ട്. ഇപ്പം ഞങ്ങൾ വലിയൊരു കോണ്ടാക്റ്റില്ല. ഇതൊക്കെ കഴിഞ്ഞ വർഷം തൊട്ടാണ് സംഭവിച്ചിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ മെയിനായിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതേ കണക്ക് ഒരു ദിവസം ഒരു ഹോം നേഴ്സ് അവിടെ ഞങ്ങളെ രാവിലെ വിളിക്കുന്നുണ്ടായിരുന്നു. വിളിച്ചിട്ട് പറഞ്ഞു ഇതേ കണക്ക് ഞാനും അമ്മൂമ്മ എൻ്റെ അടുത്തുണ്ടെങ്കിൽ കുറേയധികം ദേഷ്യപ്പെട്ട് എന്നെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇതേ സമയത്ത് അപ്പൂപ്പനുണ്ടെങ്കിൽ വെയ്യാതെ ബെഡിൽ കിടക്കുകയാണ്, മൂക്കിൽ നിന്നൊക്കെ ചോര വരുന്നുണ്ട്, എനിക്കാണെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല, ഈ ഒരു അമ്മൂമ്മ
എന്നെ ഇറക്കി വിട്ട് വഴക്ക് പറഞ്ഞു എന്നുള്ള രീതിയിലൊക്കെ ഈ ഒരു ഹോം നേഴ്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് ഇവരെ വിളിച്ച് പറഞ്ഞതായിരുന്നു ഹോം നേഴ്സ്. ഉടനെ തന്നെ ഇവർ ഈ ഒരു അമ്മൂമ്മയെ എടുത്ത് വിളിച്ച്, നിങ്ങൾ എന്താണ് ഇത് കണക്ക് ചെയ്യുന്നത്, അപ്പൂപ്പൻ്റെ കാര്യം നോക്കണ്ടേ, നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിലും അപ്പൂപ്പൻ്റെ കാര്യം നോക്കണ്ടേ, ഒന്ന് വാതിൽ തുറന്ന് നോക്കുക, അവർക്കൊന്ന് കയറി നോക്കണം എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിന് ശേഷം അവിടെ ഭയങ്കരമായിട്ടൊരു ഞങ്ങൾ അവിടെ ചെല്ലുക, അതിന് ശേഷം വലിയൊരു അടിയും കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു. ഇതെല്ലാം അപ്പൂപ്പൻ്റെ പേരിലാണ്, അല്ലാതെ ഞങ്ങൾ തമ്മിൽ എന്തെങ്കിലും പേഴ്സണലായിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ട് എന്നുള്ളതല്ല. അപ്പൂപ്പൻ്റെ കാര്യത്തിലാണ് വലിയൊരു അടി നടന്നിട്ടുണ്ടായിരുന്നത്. അതിനിടയിൽ ഈ ഒരു അമ്മൂമ്മ ഞങ്ങളെ പറ്റിയൊക്കെ ഭയങ്കര മോശമായിട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇത് കണക്ക് ഞങ്ങൾക്ക് മെസ്സേജായിട്ടും ഇത് കണക്ക് മോശമായിട്ട് ഒരു അമ്മൂമ്മയും പറയാൻ പാടില്ലാത്ത രീതിയിൽ ഞങ്ങൾക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. ഈ ഒരു മെസ്സേജിന് ശേഷമാണ് ഞങ്ങളെല്ലാവരും തീരുമാനമെടുത്ത് ഇതേ കണക്ക് ഇനി ഒരു കോൺടാക്റ്റ് അമ്മൂമ്മയായിട്ട് വേണ്ട എന്നുള്ള രീതിയിൽ ഈ ഒരു വോയിസ് ക്ലിപ്പ് ഞങ്ങളുടെ ഫാമിലി ഗ്രൂപ്പിൽ വരെ ഇട്ടിട്ടുണ്ടായിരുന്നു. മറ്റുള്ള ഇത് കണക്ക് ഈ ഒരു അമ്മൂമ്മയുടെ മറ്റേ മോൾ സിന്ധു കൃഷ്ണയുടെ സഹോദരിയൊക്കെ ഇടയ്ക്കും ഇങ്ങനെയൊക്കെ പറയുന്നത് കേട്ടപ്പോൾ ഭയങ്കര വിഷമം ഉണ്ടായി അവർക്കടക്കം. പിന്നെ ഈ ഒരു തൻവിക്ക് തന്നെ ഇതെല്ലാം അറിയാവുന്ന കാര്യമാണ്. തൻവി ആ ഒരു ഗ്രൂപ്പിലുള്ളതാണ്. തൻവി തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെയൊക്കെ പറയുമെന്ന് പ്രതീക്ഷിച്ചില്ല എന്നുള്ളൊരു കാര്യം. പിന്നെ ഈ ഒരു വീഡിയോ എന്താ അർത്ഥത്തിലാണ് ഇട്ടതെന്ന് ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. എന്തായാലും അങ്ങനെയൊക്കെ പറഞ്ഞതിന് ശേഷമാണ് ഞങ്ങൾ അമ്മൂമ്മയായിട്ട് ഒരു ബന്ധം കട്ട് ചെയ്തത് എന്നുള്ളൊരു കാര്യമാണ്. എന്ന് പറഞ്ഞ് ഞങ്ങൾ നോക്കാതിരിക്കുന്നു എന്നല്ല, ഞങ്ങൾ നോക്കുന്നുണ്ട്, എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. എപ്പോഴും അമ്മ തന്നെയാണ് വീട്ടിലെ കാര്യങ്ങൾക്ക് വേണ്ടി പോകുന്ന ഓരോ പൈസ അയച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ നെറ്റിങ്ങിൻ്റെ കാര്യം, ഇതെല്ലാം പൈസ ബില്ല് പേ ചെയ്യുന്നത് ഈ ഒരു അമ്മ തന്നെയാണ്. അമ്മയുണ്ടെങ്കിൽ മാക്സിമം എല്ലാ കാര്യങ്ങളും സഹിച്ചും ക്ഷമിച്ചും എല്ലാം നിന്നതാണ്. അപ്പൂപ്പനുണ്ടെങ്കിൽ നമുക്ക് മാനേജ് ചെയ്ത് പോകാം. അമ്മൂമ്മയാണെങ്കിൽ ഒട്ടും പറ്റത്തില്ല. ഈ ഒരു അന്നത്തെ ദിവസം ഈ ഒരു വഴക്കുണ്ടായി എല്ലാം കാര്യങ്ങളും കഴിഞ്ഞു. എന്നിട്ട് അതിന് പിറ്റേന്നായിരുന്നു ഇഷാനിയുടെ ബർത്ത്ഡേ ഒക്കെ വരുന്നത്. അന്നുണ്ടെങ്കിൽ ഇഷാനിയയ്ക്ക് ബർത്ത്ഡേക്ക് അമ്മൂമ്മയും അപ്പൂപ്പനും വരാതിരുന്നതാണ്. പക്ഷേ ഈ ഒരു പ്രശ്നങ്ങൾ കൊണ്ട് അവർ വന്നിട്ടില്ലായിരുന്നു. അതിനുശേഷം അമ്മൂമ്മയായിട്ട് ഒരു കോൺടാക്റ്റ് കുറവാണ്. പക്ഷേ എന്നിരുന്നാൽ പോലും അവിടുത്തെ കാര്യങ്ങളെല്ലാം ഞങ്ങൾ ചെയ്യാറുണ്ട്, ഞങ്ങൾ സംസാരിക്കാറുണ്ട്. അതുപോലെ തന്നെ അവരോട്ട് കോൺടാക്റ്റ് അമ്മൂമ്മയെല്ലാം നോക്കുന്നുണ്ട്. പക്ഷേ ഇത് വെളിയിൽ നിന്ന് കാണുന്ന ആൾക്കാർക്ക് ഇതിനെക്കുറിച്ച് എന്താണ് സംഭവം എന്നൊന്നും മനസ്സിലാവത്തില്ല. അവർ വിചാരിക്കും ഞങ്ങൾ അമ്മൂമ്മയെ നോക്കുന്നില്ല എന്നുള്ളൊരു കാര്യം. തൻവിക്ക് ഇതെല്ലാം അറിയാവുന്ന ഒരു കാര്യമാണ്. പക്ഷേ തൻവി ഇങ്ങനെ വീഡിയോ ഇട്ട സമയത്ത് തൻവിക്ക് അറിയാം ഇത് ഞങ്ങൾക്കെതിരെ ഒരു വീഡിയോ ആവാനുള്ള ചാൻസ് ഉണ്ട്. എന്നിട്ട് അതുപോലും അറിയാതെയാണ്, മനസ്സിലാക്കാതെയാണ് ഈ ഒരു തൻവി ചെയ്തിട്ടുണ്ടായിരുന്നത്. അതല്ലെങ്കിൽ തൻവി ഇത് പർപ്പസ്ഫുള്ളി ചെയ്തതാണ് എന്നുള്ളൊരു കാര്യമാണ് ഞങ്ങൾ വിചാരിക്കുന്നത്. പിന്നെ ഈ ഞാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം സത്യമാണോ എന്നൊക്കെ കുറേയധികം പേർക്ക് ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. ഇതിൻ്റെയൊക്കെ തെളിവും കാര്യങ്ങളും ടെസ്റ്റും വോയിസ് മെസ്സേജും എല്ലാം എൻ്റെ കയ്യിലുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു വന്ന ഹോം നേഴ്സ് അവരുടെ എല്ലാവരെയും ഇതേ കണക്ക് അമ്മൂമ്മയുടെ പ്രശ്നം പറഞ്ഞ് ഞങ്ങൾക്ക് വോയിസ് മെസ്സേജും ടെസ്റ്റൊക്കെ ഇട്ടതെല്ലാം എൻ്റെ കയ്യിലുണ്ട്. അതെല്ലാം പുറത്ത് കാണിക്കാൻ എനിക്ക് ഒന്നുമല്ല. പക്ഷെ എന്നിരുന്നാൽ പോലും ഞങ്ങളുടെ ഫാമിലി കാര്യമാണ്. ഇതെങ്ങനെയാണ് ഇങ്ങനെ പബ്ലിക്കിൽ ഓൺലൈനിൽ വന്ന് സംസാരിക്കുന്നത് എന്ന് ഓർത്തിട്ടാണ് ഇതിനെക്കുറിച്ച് അധികം സംസാരിക്കാത്തത്. ഇനിയിപ്പോൾ എന്നെ പേഴ്സണലായിട്ട് അറിയാവുന്നവർക്കാണെങ്കിൽ ഇതെനക്ക് ആ ഒരു വോയിസ് ക്ലിപ്പൊക്കെ കേൾപ്പിക്കാൻ പറഞ്ഞാൽ ഞാൻ കേൾപ്പിക്കാം. പക്ഷേ നിങ്ങൾ കാര്യം അറിയാതെയാണ് ഞങ്ങളുടെ അമ്മയ്ക്കെതിരെ കുറേയധികം പേര് സംസാരിക്കുന്നത്. അമ്മയുണ്ടെങ്കിൽ നല്ലൊരു വ്യക്തിത്വമാണ്, എല്ലായിടത്തും നല്ല രീതിയിലാണ് പെരുമാറുന്നത്, നിങ്ങളൊക്കെ കാര്യം അറിഞ്ഞിട്ട് സംസാരിക്കൂ എന്നുള്ള രീതിയിലാണ് ഈ ഒരു അഹാന ഇട്ട ഒരു വീഡിയോയിൽ പറയുന്നുണ്ടായിരുന്നത്.